തിരിച്ചു നടക്കുക, 7 വട്ടം പൂർത്തിയാക്കുക, വിഷയം തീർന്നു. പിന്നെ മുടി മുറിക്കേണ്ട ആവശ്യമുണ്ടാവില്ല. കാരണം എന്താ? നേരത്തെ മുടി മുറിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ എറിഞ്ഞിട്ട് അറുത്തിട്ട് മുടി മുറിച്ചിട്ടാണ് തവാഫിന് പോയതെങ്കിൽ പിന്നെ മുടി മുറിക്കാൻ നിൽക്കണ്ട, 2 മുടി വേണ്ട. മനസ്സിലായില്ല? നമ്മൾ മിനയിലേക്ക് വന്നു, എറിഞ്ഞു, ബലിയർത്തു, മുടി മുറിച്ചു, പിന്നെയാണ് തവാഫിന് പോയത്. സഹി കഴിഞ്ഞ് പിന്നെ മുടി മുറിക്കണോ? വേണ്ട, മുറിക്കൽ കഴിഞ്ഞു. അതല്ല, അറഫീന്ന് നേരിട്ട് വന്നു, നേരെ തവാഫിന് പോയി. തവാഫ് കഴിഞ്ഞു, സഹി കഴിഞ്ഞു, മുടി മുറിച്ചു, എന്നിട്ട് എറിഞ്ഞാൽ മതി. അപ്പം ഹാജ് ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നുകൂടി ശ്രദ്ധിക്കാം. ജംറത്തുൽ അഖബയിൽ എറിയ, മുടി നീക്കാൻ, തവാഫും സഹിയും ചെയ്യാം. ജംറത്തുൽ അഖബ എറിയ, ശരിക്കും ശ്രദ്ധിക്കണം, ഈ തഹല്ലുൽ രണ്ടും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ജംറത്തുൽ അഖബ എറിയ, മുടി നീക്കുക, തവാഫ് ചെയ്യുക, സഹി ചെയ്യുക. ഇവയിൽ 2 ചെയ്താൽ 1-ാം തഹല്ലുലായി. 2 ചെയ്യാന്ന് പറഞ്ഞാൽ എങ്ങനെ? നേരെ വന്നിട്ട് എറിഞ്ഞിട്ട് മുടിയെടുത്തു, 1-ാം തഹല്ലുലായി. അല്ലെങ്കിൽ തവാഫ് ചെയ്തിട്ട് എറിഞ്ഞു, അല്ലെങ്കിൽ തവാഫ് ചെയ്തിട്ട് മുടി മുറിച്ചു. ഏതായാലും 2 ചെയ്താൽ 1-ാം തഹല്ലുൽ. എന്താ 1-ാം തഹല്ലുൽ എന്നാല്? സ്ത്രീ പുരുഷ ബന്ധം, അതുപോലെ തന്നെ നിക്കാഹ്, ഇതല്ലാത്തതൊക്കെ ഹലാലാവുന്നു. കല്ലെറിഞ്ഞിട്ട് മുടി മുറിച്ചാൽ കുപ്പായട, സുഗന്ധം പൂശ, സ്ത്രീകൾക്ക് മുഖം മറക്കാം, തൊപ്പി വെക്കാം, എല്ലാ കാര്യം ചെയ്യാം. എന്നാൽ ഇനി ഒന്നുകൂടി ബാക്കിയുള്ള എന്താ? തവാഫുൽ സഹി. അതും കൂടി കഴിഞ്ഞെങ്കിലേ പൂർണ്ണ വിരാമാവൂ. അതും കൂടി കഴിഞ്ഞാൽ സ്ത്രീ പുരുഷ ബന്ധം ഹലാലാണ്. പക്ഷേ അയ്യാമു തശ്രീഖിന്റെ 13ന്റെ ഏറും കൂടി കഴിഞ്ഞിട്ട് ബന്ധപ്പെടലാണ് ഉത്തമം എന്ന് മഹാന്മാർ പറഞ്ഞു. അപ്പൊ നമ്മൾ അറവ് കഴിഞ്ഞു, ഇനി നമുക്ക് മുടിയെടുക്കല. മുടിയെടുക്കുന്നതിനെ കുറിച്ച് നേരത്തെ പറഞ്ഞു. മുടിയെടുക്കുമ്പോൾ, മുടിയെടുത്ത ശേഷം ഒരു ദ്വാ ഉണ്ട്, നിങ്ങൾ മനാസിക്കലുണ്ടാവും. ആ ദ്വാ പ്രത്യേകമായി നിങ്ങൾ നോക്കുക, പഠിക്കുക, ആ സമയത്ത് ചൊല്ലുക, സുന്നത്താണ്. മുടി 3 തലയുടെ അതിർത്തിയിൽ നിന്നും എടുത്താൽ മതി പുരുഷന്മാർ. പക്ഷെ ഏറ്റവും നല്ലത് മൊട്ടയടിക്കലാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലഖീൻ, പടച്ചവനെ മുടി കളയുന്നവർക്ക് നീ റഹ്മത്ത് ചെയ്തു കൊടുക്കണേ തമ്പുരാനെ. സ്വഹാബാക്കൾ പറഞ്ഞു, വൽ മുഖസ്സിരീൻ, മുടി വെട്ടുന്നവർക്കും എന്ന് പറയണം പ്രവാചകനെ. പിന്നെ റസൂൽ പറഞ്ഞു, അല്ലാഹുമ്മ അർഹമിൽ മുഹല്ലഖീൻ, 3 വട്ടം പറഞ്ഞിട്ട് പിന്നെയാണ് അവർക്കും വേണ്ടി താർന്നത്. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠം മൊട്ടയടിക്കൽ തന്നെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു. ആ മൊട്ടയടിക്കൽ തന്നെയാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് തവാഫുൽ ഇഫാദയാണ്. ഇത് ചെയ്യാതെ മക്ക വിടാനേ പാടില്ല. ഇതിന്റെ സമയം എപ്പോഴാ? പെരുന്നാളിന്റെ രാവിന്റെ അന്ന് പകുതിയായാൽ ഇതിന്റെ സമയം. ദുൽഹജ്ജ് 9 നമ്മൾ അറഫീനിൽ പോരുമ്പോ, ദുൽഹജ്ജ് 9 മഗ്രിബായി മുസ്ദലിഫയിലെത്തി. രാത്രി 12 മണി കഴിഞ്ഞാൽ ഇഫാദിന്റെ സമയമായി. എറിഞ്ഞിട്ടും ചെയ്യാം, എറിയാതെ പോയും ചെയ്യാം. പെരുന്നാളിന്റെ രാവാണ് ദുൽഹജ്ജ് 9 രാത്രി. 9 രാത്രി 9 അസ്തമിച്ചരാ, അഥവാ 10ന്റെ രാവ്. അപ്പൊ പെരുന്നാൾ രാവ് പകുതിയായത് മുതൽ പിന്നെ അത് ജീവിതാവസാനം വരെ നീണ്ടുകഴിഞ്ഞ സമയം. ജീവിതാവസാനം വരെ എന്നാ ചെയ്യണം? അന്നേ കടം വീടും, അന്നേ പൂർണ്ണ തഹല്ലുലാവും. ഇത് ചെയ്യാതെ മക്കൾ വിടാൻ പറ്റൂല. അതിന്റെ നെയ്യത്ത് എന്താണ്? നവൈതു തവാഫൽ ഇഫാദത്തി സബഅത അശ്വാത്തിൻ ലില്ലാഹി തആല. ഇഫാദത്തിന്റെ തവാഫ് 7 ചുറ്റ് പടച്ചറപ്പിന് വേണ്ടി ഞാൻ ചെയ്യുന്നു. നിങ്ങൾ ആ നെയ്യത്ത് ചെയ്തില്ലെങ്കിൽ ശരിയാവും. കാരണം എന്താ? ഹജ്ജിൽ പെട്ടതാണ്, ഹജ്ജിൽ നിയ്യത്ത് ചെയ്തപ്പോഴായി. അപ്പൊ നമ്മൾ ഇഫാദത്തിന്റെ തവാഫ് ചെയ്തു. ഇനി ഇഫാദത്തിന്റെ തവാഫ് പിന്തിക്കുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്, വരട്ടെ. തവാഫ് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യണം? ഇബ്രാഹിം മഖാമിന്റെ മേൽ നിസ്കരിക്കണം, എന്നിട്ട് സംസം കുടിക്കണം. നേരത്തെ ഉംറന്റെ തവാഫ് പോലെ തന്നെ വേറൊരു തവാഫ് ഉണ്ട്. അപ്പൊ നമ്മൾ നേരെ മക്കത്തെത്തി. ചില ആളുകൾക്ക് അന്ന് മിനയിൽ പോകാൻ കഴിയില്ല. എന്ത് ചെയ്യും? അത് പിന്നീട് പറയാം. പോകാൻ കഴിയുന്നവരിപ്പോ നമ്മൾ എറിഞ്ഞ് അറുത്ത് വന്ന് മുടിയൊക്കെ മുറിച്ച് റെഡിയായി, ഷട്ടും തുണിയൊക്കെ ഇട്ട് റാഹത്തായി നമ്മൾ നേരെ ഒരു വാഹനം പിടിച്ചിട്ട് മക്കത്ത് വരും. നല്ല തിരക്കുണ്ടാവും. മത്താഫിൽ ഇറങ്ങി വരൊക്കെ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ മുകളിൽ കയറി ലൈറ്റ് കണ്ടുപിടിച്ചു, 7 വട്ടം ചുറ്റി. ഇബ്രാഹിം മഖാമിന്റെ പിന്നിക്കൊന്നും നിസ്കരിക്കാൻ എത്തൂല. അപ്പൊ സൗകര്യപ്രദമായി ഹറമെന്ന് എവിടെ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സംസമൊക്കെ ഒന്ന് കുടിച്ച് സഫാ മർവന്റെ അടുത്ത് പോയി സഫയിൽ കയറിയിട്ട് നേരെ താഴത്തും ചെയ്യപ്പോ മുകളിലും ചെയ്യാം. മുകളിലാണെങ്കിൽ ആ കുന്നിന്റെ മുകളിൽ തന്നെ നിൽക്കും. അങ്ങനെ അവിടുന്ന് സഹി ചെയ്ത് കഴിഞ്ഞാൽ ഇനി മുടി മുറിക്കണ്ട. നേരത്തെ നമ്മൾ മുറിച്ചപ്പോ മീനെ ഒട്ടടിച്ചിട്ടാ പറഞ്ഞ എന്റെ മേലൊരു മുടിയില്ല. അങ്ങനെ നമ്മൾ ആ തവാഫ് കഴിയുന്നതോടുകൂടി ഹജ്ജിൽ നിന്നും പൂർണ്ണ വിരാമമായി. നമ്മുടെ ഹജ്ജ് കഴിഞ്ഞു.
പൂർണ്ണമായി കഴിഞ്ഞു. ഇനി നമുക്ക് അതിന്റെ അനുബന്ധ കർമ്മമായ മിനയിൽ രാപ്പാർക്കലും അയ്യാമത്തെ ശരിക്കലും ഏറും മാത്രമേ ബാക്കി. അപ്പൊ നമ്മൾ തവാഫ് കഴിഞ്ഞു. ഇനി സഅയ് ചെയ്യാം. ഈ സഅയ് ഉള്ളത് കൊണ്ട് തവാഫിന് നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇൽത്തിബാഅ് ചെയ്യാം. അതുപോലെ റമല് നടത്തണം. അപ്പൊ നിങ്ങൾ മിനയിൽ കുപ്പായിട്ടിട്ടാ പോണ, പിന്നെ ഇങ്ങനെ ഇൽത്തിബാഅ് ചെയ്യാം. മിനയിൽ നിങ്ങൾ മുടി മുറിച്ചു എറിഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ കുപ്പായിട്ടിട്ടാ പോണ, പിന്നെ ഇങ്ങനെ ഇൽത്തിബാഅ്. ഈ കുപ്പായത്തിന്റെ മേലൊരു മുണ്ടുകൾ ഇട്ടിക്കൊടുത്താൽ മതി എന്ന മഹാന്മാര് പറഞ്ഞു. ആ ഇൽത്തിബാഇന്റെ സുന്നത്ത് കിട്ടാൻ വേണ്ടി ശേഷം സഅയ്യുള്ള തവാഫായതുകൊണ്ട് ഈ കുപ്പായിട്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഡ്രസ്സാണോ ധരിച്ചത്, കോട്ടാണെങ്കിൽ കോട്ട്, ഈ വലത്തെ ചുമല ഒഴിവാക്കി ഇൽത്തിബാ അങ്ങനെ ചെയ്തു കൊടുക്കാം. ആ സുന്നത്ത് അസ്ലു സുന്നത്ത് കിട്ടാൻ വേണ്ടി ഇൽത്തിബാഅ് ചെയ്താൽ അങ്ങനെ തന്നെ പറയാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? കഅബ ചുറ്റുക. ആദ്യത്തെ 3 നടത്തത്തിൽ ശേഷം സഅയ്യുള്ള തവാഫായതുകൊണ്ട് റമല് നടത്തുന്നവർക്ക് അതെന്താന്ന് ഞാൻ പറഞ്ഞു കാണിച്ചു. നീ പറയേണ്ട, ആവർത്തിക്കണ്ട, വിശദീകരിച്ച് പറഞ്ഞ കാര്യം. അത് കഴിഞ്ഞു. തവാഫ് കഴിഞ്ഞതിന് ശേഷം തവാഫ് കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കരിക്കാൻ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഇൽത്തിബാഅ് മാറ്റി നമ്മൾ ചുമലിടണം നേരത്തെ പറഞ്ഞു. ഇനി അതല്ല, ഇപ്പൊ നമുക്ക് ഏറാമില്ലല്ലോ. കാരണം എന്തുകൊണ്ട്? നമുക്ക് തല മറക്കാലോ. തല മറച്ചിട്ട് നിസ്കരിക്കാം. ഒരു പക്ഷെ നമ്മൾ തൊപ്പി വെച്ചിട്ടായിട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെ തന്നെ ഇതാ പറയണ്ടേ, വൽ അസഹു അന്നഹു ഇദാ ഫറഅ മിന തവാഫി. ഏറ്റവും നല്ല അഭിപ്രായ പ്രകാരം അവൻ തവാഫിൽ നിന്ന് വിരമിച്ചാൽ അസാനൽ ഇൽത്തിബാഇനെ നീക്കണം. വസല്ല, എന്നിട്ട് നിസ്കരിക്കണം. വഇദാ ഫറഅ മിന സ്വലാ, നിസ്കാരം കഴിഞ്ഞാൽ ആദൽ ഇൽത്തിബാഇനെ മടക്കി വെക്കണം. എന്നാണ് വീണ്ടും ഇൽത്തിബാഅ് ചെയ്യണം. വസഅ മുതബിഅ, ഇൽത്തിബാഅ് ചെയ്തവനായിട്ട് സഅയ് ചെയ്യണം. വലത്തെ ചുമൽ ഒഴിച്ചിട്ട് നേരത്തെ കാണിച്ചതുപോലെ മുൻപിട്ടുകൊണ്ട് സഅയ് ചെയ്യൽ സുന്നത്താണ് എന്ന് ഇമാം നവവി തങ്ങൾ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ തവാഫും കഴിഞ്ഞു, സഅയും കഴിഞ്ഞു. ഇനി സഅയ് വിശദീകരിക്കണ്ട. സഫാ കുന്നിൽ കയറി ഞാൻ ഹജ്ജിന്റെ തവാഫ് ചെയ്യുന്നു, നിയ്യത്ത് ചെയ്തു. ഇന്ന സഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ് ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ഈ ആയത്ത് ഓതിക്കൊണ്ട് നമ്മളിതാ പോകും. പച്ചലേറ്റ് കാണും. അവിടെ വെച്ച് നമ്മൾ ഒന്നുകൂടി സ്പീഡിൽ നടക്കും. എന്നൊരു ദ്വാണ്ട് അങ്ങനെ ഓടിപ്പോവാ. പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരാ. 7 വട്ടം കഴിഞ്ഞ് മറുപടിയിലെത്തി പൂർത്തിയായി. ദ്വാരത്ത് പിരിഞ്ഞു. ഇനി ഇവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യം, പെരുന്നാളിന്റെ ദിവസത്തെ വിട്ട് തവാഫ് പിന്തിക്കൽ കറാഹത്ത്. അപ്പൊ നമ്മൾ മിനിന്ന് 10-ന്റെ തന്നെ പോണ്ടി. എത്ര ബുദ്ധിമുട്ടിയാലും 10-ന്റെ തന്നെ പോണം. അയ്യാമത്തെ ശരീക്കിന്റെ ദിവസത്തെ വിട്ട് പിന്തിക്കൽ ശക്തിയായ കറാഹത്ത്. അപ്പൊ 2 കാര്യം പഠിച്ചു. പെരുന്നാളിന്റെ രാവ് പകുതിയായാൽ ഈ തവാഫിന്റെ സമയം തുടങ്ങും. മുസ്ദലിഫയിൽ നമ്മൾ നിൽക്കുന്ന സമയം മുതൽ ഇതിന്റെ സമയമായി. ജീവിതാവസാനം വരെ സമയമുണ്ട്. പക്ഷേ പെരുന്നാളിന്റെ അന്ന് ഒന്നാം പെരുന്നാളിന്റെ അന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ചെയ്യല് കറാഹത്ത് ഒഴിവാക്കും. അതേ സമയത്ത് ദുൽഹജ്ജ് 13-ന് അന്ന് സൂര്യൻ അസ്തമിക്കുന്നവരെ പിന്നെയും സമയമുണ്ട്. അതിനെയും വിട്ട് പിന്തിക്കൽ ശക്തിയായ കറാഹത്ത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഒന്നാമത്തെ ദിവസം ജംറത്തുൽ അഖബ എറിഞ്ഞ് തഹല്ലുലായി റെഡിയായി നിൽക്കുക. ഈ ദിവസം കഴിഞ്ഞ് ഇനി നമുക്ക് 11, 12, 13 അന്ന് ഏറുണ്ട്, രാപ്പാർക്കലുണ്ട്. അങ്ങനെ നമ്മൾ മിനയിൽ രാപ്പാർക്കുമ്പോ 11-ന്റെ അന്ന് സൗകര്യം കിട്ടിയെങ്കിൽ അന്ന് പോവാ. അല്ല 12-ന്റെ അന്ന് സൗകര്യം കിട്ടിയെങ്കിൽ അന്ന് പോവാ. 13-ന്റെ അന്ന് പിന്നെ നമ്മൾ പോകുമ്പോഴേക്കും മഗ്‌രിബാവും, സമയം കഴിഞ്ഞു. പിന്നെ ശക്തിയായ കറാഹത്തായി. ഒരു നിലക്കും നല്ല നിലക്ക് ഈ തവാഫ് നിർവഹിക്കാൻ കഴിയില്ല. നോക്കുക, ഭയങ്കര തിരക്കാൻ, അടുക്കാൻ കഴിയില്ല. ആ ജാതി തിരക്കും ബുദ്ധിമുട്ടാണ്. എന്നാ പിന്നെ കറാഹത്ത് നോക്കാതെ 13-ന്റെ അന്ന് ഈ അമലൊക്കെ കഴിഞ്ഞിട്ട് സാവധാനം പോയി ചെയ്യേ പറ്റുള്ളൂ. ബാധ്യത തീർന്നു. കറാഹത്ത് നോക്കിയാൽ ചിലപ്പോ തവാഫ് തന്നെ ശരിയാവില്ല. നിങ്ങൾ സൗകര്യം ഏതാണോ അത് നോക്കി ചെയ്യാം. സാധിക്കുമെങ്കിൽ പെരുന്നാളിന്റെ പകരം പോയി ചെയ്യാം. അതൊരു നിലക്കും നടക്കൂല എങ്കിൽ 13-ന്റെ മഗ്‌രിബിന്റെ മുമ്പെങ്കിലും തവാഫ് എങ്ങനെയും പോയി ചെയ്യാൻ നോക്കുക. പക്ഷേ തവാഫിന് പോയിട്ട് മിനയ്ക്ക് തന്നെ മടങ്ങി വരേണ്ടി വരും. മിനയിൽ രാപ്പാർക്കണല്ലോ. തവാഫും സഅയും കഴിഞ്ഞ് ളുഹ്ർ നിസ്കരിക്കാൻ മിനയിലെത്തണം എന്നാ പറഞ്ഞിട്ടുള്ളത്. പെരുന്നാളിന്റെ അന്ന് സുബഹിന്റെ ശേഷം അഫ്ളലായ രൂപ പറയണേ. മുസ്ദലിഫയിൽ കിടന്നുറങ്ങിയിട്ട് വെളിച്ചം പരന്നിട്ട് ഇങ്ങനെ മിനയിലെത്തിയിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് വെളിച്ചങ്ങനെ പരക്കുമ്പോൾ നടന്നിട്ട് മിനയിലെത്തുക. ജംറത്തുൽ ഊല സുബഹിന്റെ ശേഷം ജംറത്തുൽ അഖബ സുബഹിന്റെ ശേഷം എറിയ. സുബഹിന്റെ ശേഷം എറിഞ്ഞിട്ട് നമ്മൾ ബലിയർക്കാൻ പോവാ.
എന്നിട്ട് മുടി കളയാണ്, നേരെ തവാഫിന് പോവാ. തവാഫ് ചെയ്തിട്ട് അല്ലെങ്കിൽ തവാഫ് ചെയ്ത് വന്നിട്ട് ബലിയെടുക്കാൻ പോയാലും മതി. തവാഫിന് പോവാ. തവാഫിന് പോയിട്ട് തവാഫും സയ്യും കഴിച്ച്